ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? ശ്രീ അനിൽകുമാർ, ആർക്കാണ് മനസ്സിലാവാത്തത്? അത് വഴിയേ അറിഞ്ഞോളൂ. അവതാരക ഒന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താ നടന്നത്. തന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആളാ. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇത് പ്രഭ മങ്ങിയതായതുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നതിന് അനുമതി കൊടുക്കണം. തന്ത്രി അനുമതി കൊടുത്തു. തന്ത്രി അനുമതി കൊടുക്കാതെ തൊടാൻ പറ്റില്ല. പ്രഭ മങ്ങി. അതല്ല ഉദ്ദേശം. എന്റെ അവതാരക ഇങ്ങനെ തുടങ്ങിയാലും ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? തന്ത്രി റിപ്പോർട്ട് കൊടുത്തെന്നല്ല, തന്ത്രി അനുവാദം കൊടുത്തു. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയത്. തന്ത്രി എങ്ങനെ അനുവാദം കൊടുക്കണത്? കടലാസ് എഴുതിയല്ലേ കൊടുക്കണത്? എന്തിനാ തന്ത്രി അനുവാദം കൊടുത്തത്? ഒരു കുഴപ്പമില്ല, തന്ത്രി അനുവാദം കൊടുക്കുവോ? അവിടെ ഒരു സ്വർണം കൊണ്ടുള്ള വാതിൽ കൊണ്ടുവച്ചു. വെച്ചപ്പോൾ അതിന് പാരലായിട്ടിരിക്കുന്ന ദ്വാരപാലക ശില്പത്തിന് അതിനോടൊത്ത് പിടിച്ചു നിൽക്കാനുള്ള പ്രഭ ഇല്ല. അപ്പൊ അത് നവീകരിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വന്നു. അതിന് ഉദ്യോഗസ്ഥർ കടലാസ് എഴുതി, അതിന് തന്ത്രി അനുവാദം കൊടുത്തു. ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് 2019 ചെയ്തത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഉത്തരവല്ല. ഞാൻ പറയൂ, തീരുമാനിക്കാൻ പറ്റുമോ? ശരി, ഉദ്യോഗസ്ഥൻ എന്നൊരു പോയിന്റ് ഉണ്ട്. കുറവ് ഒരുപാടുണ്ട്. സർവത്ര തട്ടിപ്പാണ്. ശബരിമലയിൽ പുതിയ വാതിൽ വേണം, ഉടനെ വരുന്നു പോറ്റി. വേണം, ഉടനെ വരുന്നു പോറ്റി. ദ്വാരപാലകന്മാർക്ക് മങ്ങലേറ്റിരിക്കുന്നു, പോറ്റിക്ക് ദിവ്യദർശനം കിട്ടുന്നു, ഉടനെ വരുന്നു പോറ്റി. ഉടനെ അയച്ചു കൊടുത്തു. ദേവസ്വം വിജിലൻസ് പോലും ഇല്ല. എന്നിട്ട് ദേവസ്വം പ്രസിഡന്റ് പറയുകയാണ് ഇതൊന്നും അറിയുന്നില്ല. ഉളുപ്പുണ്ടോ? നിങ്ങളുടെ ദേവസ്വം മന്ത്രി അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം എന്തിനാണ് മാധ്യമങ്ങളിൽ നിന്നിങ്ങനെ ഒളിച്ചോടുന്നത്? അദ്ദേഹം ആരെയാണ് ഭയക്കുന്നത്? അദ്ദേഹത്തിനൊന്നും ഭയക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ധൈര്യമായി വന്ന് പറയാത്തത് എനിക്കൊന്നും മറക്കാനില്ല എന്ന്? എന്തുകൊണ്ടാണ് ശ്രീ പത്മകുമാർ ആദ്യത്തെ ദിവസം തന്നെ വന്നിട്ട് ഉണ്ണികൃഷ്ണൻ ഇതിൽ നിന്ന് ലാഭമൊന്നും ഉണ്ടാക്കാനില്ല എന്ന് പറഞ്ഞത്? ഉണ്ണികൃഷ്ണന് ലാഭം ഉണ്ടായി എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അപ്പൊ നിങ്ങൾ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആർക്കും മനസ്സിലാകാത്ത ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത്? ശ്രീ അനിൽകുമാർ, ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായിട്ട്